രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷമുണർത്തുന്ന പ്രസംഗത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധവും ശക്തമാകുകയാണ്. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ്, CPM ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇമെയിൽ വഴിയും അല്ലാതെയും കമ്മീഷനിലേക്ക് കൂട്ടപരാതികൾ പ്രവഹിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സമൂഹത്തിലെ ദുർബല, പിന്നാക്ക, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന സദ്ഭാവനയോടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006-ൽ നടത്തിയ പരാമർശങ്ങളാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരമുറപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ മോദി വളച്ചൊടിച്ചത്. ആദ്യഘട്ട ജനവിധിയുടെ സൂചനകൾ അനുകൂലമല്ലെന്ന തിരിച്ചറിവിൽ നിന്ന് മുസ്ലിം വിദ്വേഷം ആളിക്കത്തിച്ച് ഹിന്ദു വികാരം ഇളക്കിവിട്ട് വോട്ടുറപ്പിക്കുക എന്ന അവസാനടവാണ് മോദി പയറ്റുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. മോദിയുടെ ബൻസ്വാര പ്രസംഗം ദേശീയ വിഷയമായി മാറുമ്പോൾ 2006 ഡിസംബർ 9-ന് നടന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗത്തിൽ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃഷി, ജലസേചനം, ജലസ്രോതസ്സുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക നിക്ഷേപം എന്നിവയ്ക്കൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള ക്ഷേമ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ ഗുണഫലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ട നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇവർക്കെല്ലാം വിഭവങ്ങൾക്കുമേൽ പ്രാഥമികാവകാശം ഉണ്ടായിരിക്കണം. മൊത്തത്തിലുള്ള വിഭവ ലഭ്യതയ്ക്കകത്ത് വരേണ്ട വേറെയും ഒരു പിടി ഉത്തരവാദിത്തങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇങ്ങനെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ. ഈ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അന്നും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രധാന പ്രതിപക്ഷമായിരുന്ന BJPയും വിവാദമാക്കിയിരുന്നു. മുസ്ലിങ്ങൾ രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികളാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞെന്നായിരുന്നു പ്രചാരണം. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള BJP ശ്രമം തിരിച്ചറിഞ്ഞ് അന്നു തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ബോധപൂർവം വളച്ചൊടിച്ചെന്നും പരാമർശങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി നൽകിയിരിക്കുകയാണെന്നും അന്നിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. SC, ST, OBC, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ എന്നിങ്ങനെ നേരത്തെ പറഞ്ഞ മുൻഗണനാ പട്ടികയിലെ മുഴുവൻ വിഭാഗങ്ങളെയും സൂചിപ്പിച്ചാണ് വിഭവങ്ങളുടെ ആദ്യാവകാശം എന്ന് പറഞ്ഞതെന്നും കുറിപ്പിൽ വ്യക്തമാക്കി. തൊട്ടു മുൻപുള്ള മാസങ്ങളിൽ രാജ്യത്തെ സാമ്പത്തിക രംഗത്തുണ്ടായ മികച്ച പ്രകടനങ്ങൾ സൂചിപ്പിച്ച ശേഷമായിരുന്നു മൻമോഹൻ സിംഗ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവർക്ക് തൊഴിലവസരങ്ങളും വരുമാന മാർഗങ്ങളും സൃഷ്ടിച്ച് സമ്പദ്ഘടന ഇനിയും നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. രാജസ്ഥാനിലെ ബൻസ്വാരയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഈ പഴയ പ്രസംഗം മോദി പൊടിതട്ടി പുറത്തെടുത്തത്. മുൻ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ വളച്ചൊടിച്ചതിന് പുറമെ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേരിൽ കള്ളങ്ങൾ എഴുന്നള്ളിക്കുകയും ചെയ്തു മോദി. കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ അപകടകരമായ മുന്നറിയിപ്പ്. രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു ഇത്തരമൊരു പരാമർശം. സ്ത്രീകളുടെയെല്ലാം സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നും മോദി കള്ളം പറഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകണോ എന്ന് ആൾക്കൂട്ടത്തോട് മോദി ചോദിക്കുന്നുമുണ്ട്. സമൂഹത്തിലെ ദുർബല, പിന്നോക്ക വിഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന നല്ല ഉദ്ദേശത്തോടെയുള്ള മൻമോഹൻ സിംഗിന്റെ പരാമർശങ്ങൾ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന തന്ത്രമായി വളച്ചൊടിച്ച് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് മോദിയുടേത്. വർഗീയ ധ്രുവീകരണം നടത്തി ഹിന്ദു വോട്ടുകൾ ഇന്ത്യ മുന്നണിക്കെതിരെ ഒന്നിച്ചു നിർത്തുക, ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ നില സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യമേ അതിന് പിന്നിലുള്ളൂവെന്ന് വ്യക്തം.